ഫാമിലി. നമ്മളുടെ സൗണ്ടുകൾക്ക് വളരെ ഡിഫറെൻ്റ് ആണല്ലേ. ഒരു പുരുഷൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഒരു മെയിൽ വോയിസും ഒരു ഫീമെയിൽ വോയിസും എടുക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും സൗണ്ടിന് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ മിസ് പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ മിസ് ഇപ്പോൾ പറയുകയാണ് ആ എന്ന് പറയാണ് അല്ലെങ്കിൽ ഈ എന്ന് പറയുമ്പോൾ മിസ്സിൻ്റെ സൗണ്ടിന് ഒരു ഷാർപ്നെസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് പകരം ഹലോ എക്സാമിനർ ഫാമിലി, ഹലോ എക്സാമിനർ ഫാമിലി, ഇങ്ങനെ രണ്ടിലും നമ്മൾ നോക്കുവാണെങ്കിൽ നോക്കിക്കേ, ഫസ്റ്റ് പറഞ്ഞ ഹലോ എക്സാമിനർ ഫാമിലി അതിൽ ഷാർപ്നെസ് കുറവായിരുന്നു അല്ലേ, അതിനൊരു ഷാർപ്നെസ് ഇല്ലായിരുന്നു. പക്ഷേ ഹലോ എക്സാമിനർ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ ഷാർപ്നെസ് ഉണ്ട് അല്ലേ. ഈ ഷാർപ്നെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പിച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൗണ്ടിൻ്റെ ഷാർപ്നെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ, പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു പുരുഷ ശബ്ദവും ഒരു മെയിൽ വോയിസും അതുപോലെ തന്നെ ഒരു ഫീമെയിൽ വോയിസും എടുക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും ഹൈ പിച്ച്, ആർക്കായിരിക്കും ലോ പിച്ച്? നമുക്കറിയാം ഫീമെയിലിൻ്റെ ശബ്ദത്തിനാണ് കുറച്ച് ഷാർപ്നെസ് കൂടുതലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫീമെയിലിൻ്റെ വോയിസിനായിരിക്കും ഹൈ പിച്ച് ആൻഡ് മെയിലിൻ്റെ വോയിസിനാണ് ലോ പിച്ച് എന്ന് മനസ്സിലാക്കുക. സോ ഉച്ചത അല്ലെങ്കിൽ നമ്മളുടെ പിച്ച്, ഉച്ചത അല്ല, സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദ ഷാർപ്നെസ് ഓഫ് ദ സൗണ്ട് ആണ് അല്ലേ. ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഷാർപ്നെസ്സിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഫ്രീക്വൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ അതിൻ്റെ പിച്ച് അല്ലെങ്കിൽ സ്ഥായിയും കൂടും. ഓക്കെ, അപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെയാണ് നമ്മൾ സ്ഥായി എന്ന് വിളിക്കുന്നത്. ശബ്ദത്തിൻ്റെ ആ ഒരു സ്ഥായിയെ ആവൃത്തിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാലോചിക്കുക. പിച്ച് കൂടിയാൽ എന്താ, ഫ്രീക്വൻസി കൂടുമ്പോഴാണ് നമുക്ക് പിച്ച് കൂടുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫീമെയിലിൻ്റെ വോയിസിനായിരിക്കും മെയിലിൻ്റെ വോയിസിനായിരിക്കും പിച്ച് കൂടുതലുണ്ടാവുക, ഫീമെയിലിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ആർക്കായിരിക്കും കൂടുതലുണ്ടാവുക, അതും ഫീമെയിലിൻ്റെ വോയിസിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ ടേബിൾ അല്ല, ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കേ. ദ ഫ്രീക്വൻസി ഓഫ് സർട്ടൻ ട്യൂണിംഗ് ഫോക്സ് ആർ ഗിവൺ ബിലോ. ഓക്കെ, ഫൈൻഡ് ഔട്ട് വിച്ച് എമംഗ് ദീസ് ഹാവ് ദ ഹയസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് പിച്ച് അല്ലേ. ഇതിൽ താഴെ തന്നിരിക്കുന്ന കുറച്ച് ട്യൂണിംഗ് ഫോർക്കുകളുടെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പിച്ച് ആർക്കാണ്, കുറവ് പിച്ച് ആർക്കാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ എൻ്റെ മക്കൾ പറയൂ, ഹൈ പിച്ച് ആർക്കായിരിക്കും? ഹൈ പിച്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഏറ്റവും കൂടിയ ആൾക്കാർക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കൂടിയത് 512 ഹെഡ്സ് ആണ്. സോ ഹൈ പിച്ച് എന്ന് പറയുന്നത് 512 ഹെഡ്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്കിനായിരിക്കും. ഇനി ലോ പിച്ച് ആർക്കായിരിക്കും? നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഇതിൽ ഏറ്റവും കുറവ് 256 ഹെഡ്സ് ആണ്. സോ 256 ഹെഡ്സ് ഉള്ള ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്കിനായിരിക്കും പിച്ച് കുറവുള്ളത്. അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ ഒരു ടേബിൾ നമുക്ക് ഫിൽ ചെയ്യാനുണ്ട്. നോക്കിക്കേ, പുരുഷ ശബ്ദം, സ്ത്രീ ശബ്ദം, മെയിൽ വോയിസ്, ഫീമെയിൽ വോയിസ്. നമുക്കറിയാം ഏതിനാണ് സ്ഥായി കൂടുതൽ അല്ലെങ്കിൽ പിച്ച് കൂടുതൽ? സ്ത്രീ ശബ്ദം ഫീമെയിൽ വോയിസിനാണ്, ആൻഡ് സ്ഥായി കുറവ് പുരുഷ ശബ്ദം അല്ലെങ്കിൽ മെയിൽ വോയിസിനാണ്. അടുത്ത് നോക്കൂ, കുയിൽ ശബ്ദം, സിംഹത്തിന്റെ അലർച്ച അല്ലെ. എന്താണ്? കുക്കൂസ് ക്രൈ ആൻഡ് ലയൺസ് റോർ. കുക്കൂസ് ക്രൈ എങ്ങനെയാ? എന്നാണ് അല്ലേ. അപ്പൊ അതില് നോക്കിക്കേ, ഷാർപ്നെസ് അല്ലേ കൂടുതൽ. സോ സ്ഥായി കൂടിയത് അല്ലെങ്കിൽ പിച്ച് കൂടുതലാണ് നമ്മുടെ കുക്കൂസ് ക്രൈ കേട്ടോ. ഓക്കെ, കുക്കൂസ് ക്രൈ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? കുയിൽ ശബ്ദം അല്ലെ, കുയിൽ ശബ്ദം. ഇനി നോക്കൂ, അടുത്തത് എന്താ? സിംഹത്തിന്റെ അലർച്ചയിലെ ഗർജനമാണ് എന്നാണ് അല്ലെ. മിസ്സിനെ പറയാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ സിംഹത്തിന്റെ അല്ലെ, സിംഹം ഏതിൽ വരും? സ്ഥായി കുറഞ്ഞതിലാണ് വരിക കേട്ടോ. ലയൺസ് റോർ. ഇനി മിസ് ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഡക്ക് അല്ലെ, നമ്മുടെ താറാവിൻ്റെ ശബ്ദം. ഓക്കെ, താറാവിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ഹോണും. ഓക്കെ, ഹോൺ കേട്ടിട്ടില്ലേ? ഹോൺ. അപ്പോൾ അതിൻ്റെ രണ്ടിനെ നോക്കിക്കേ, ഡക്സ് സൗണ്ട്. ഓക്കെ, ഡക്സ് സൗണ്ടും അതുപോലെ തന്നെ എയർ ഹോണും. ഏതിനാണ് കൂടുതൽ? ഡക്ക് ഒന്നുകൂടെ എന്താണ്, ഷാർപ്നെസ് കുറഞ്ഞിട്ടാണ് അല്ലേ, ക്വക്ക് 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 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മിസ് പറയുമ്പോൾ ചിലപ്പോൾ ഷാർപ്നെസ് ആയിട്ട് തോന്നും, പക്ഷേ ശരിക്കുള്ള താറാവിൻ്റെ എന്ത് കുറവാണ്? സ്ഥായി കുറവാണ് കേട്ടോ. അപ്പം ഡക്സ് ക്രൈ, താറാവ് എന്ന് മിസ് എഴുതുന്നുണ്ട്. അപ്പോൾ താറാവിൻ്റെ ക്രൈ ആണ് കേട്ടോ. അപ്പോൾ താറാവിൻ്റെ ക്രൈക്കാണ് സ്ഥായി കുറവ്. ഓക്കെ, ഡക്കിനാണ് സ്ഥായി കുറവ്. ആൻഡ് ഇവിടെയുള്ള എയർ ഹോണിനാണ് ഓക്കെ, എയർ ഹോണിനാണ് സ്ഥായി കൂടുതലുള്ളത്. അതായത് കുയിലല്ല, നമ്മുടെ
ഹോണിൻ്റെ ശബ്ദം. ഓക്കെ, ഹോണിൻ്റെ ശബ്ദം, ഹോണിൻ്റെ ശബ്ദം. ഇവിടെ എയർ ഹോൺ. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് ഷാർപ്നെസ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ചേരുംപടി ചേർക്കാൻ ചോദിക്കും കേട്ടോ. ഹൈ പിച്ച് ഏതാണ്, ലോ പിച്ച് ഏതാണ്, എന്താണ് ഷാർപ്നെസ്, ഏതിനാണ് ഷാർപ്നെസ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ പിച്ച് സ്ഥായി ഏതിനാണ് കൂടുതലുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് കാണുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഷാർപ്നെസ്. ഷാർപ്നെസ് അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൂടിയാൽ പിച്ച് കൂടും എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് കൂടെ ഓർത്തിരിക്കുക. ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ കൂടെ പഠിക്കട്ടെ. ചെറിയ വീഡിയോ ആണ്, അപ്പോൾ കണ്ടുപഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് മിസ്സിനെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.